ഇതുവരെ പഠിച്ചു നിർത്തിയിരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് വരായിരുന്നു. ഇനി അടുത്തായിട്ട് വരുന്നത് DPSP ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അതൊരു വളരെ ചെറിയ ടോപ്പിക്കാണ്. പ്രൈമറിലി പ്രിലിംസിൽ മാത്രം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ മെയിൻസിലും ചില ഇവന്റുകളെ ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ബട്ട് സ്റ്റിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്, എസ്പെഷ്യലി സോഷ്യൽ ജസ്റ്റിസ് പോലുള്ള കണ്ടന്റ് സൈഡിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഐഡിയ ആണ് ഈ DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഐഡിയ ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ DPSP. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ DPSP എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമ്മൾ പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 12 to 35 വരെ നമ്മൾ പറഞ്ഞിരുന്നു. ഇത് തൊട്ടടുത്ത ആർട്ടിക്കിളാണ്, ദാറ്റ് ഈസ് അടുത്ത സെക്ഷനാണ് അല്ലെങ്കിൽ അടുത്ത പാർട്ടാണ്. പാർട്ട് 4 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 36 to 51. അതായത് ഇത് പാർട്ട് 4 ഓർത്തിരിക്കുക, പാർട്ട് 4 ആണ്. ആർട്ടിക്കിൾ 36 to 51 വരെയാണ് വരുന്നത്. ഇവിടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അലോങ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഈസ് ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എൻറ്റയർ ഫിലോസഫീസ് നമുക്ക് കാണാൻ പറ്റുന്നത്, വി ക്യാൻ ഒബ്സർവ് ദീസ് ഫിലോസഫീസ് ഫ്രം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പ്ലസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നേരത്തെ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സും ഇപ്പോൾ പഠിക്കുന്ന DPSP കൂടെ ചേർന്നിട്ടാണ് എന്ത് വരുന്നത്, ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വരുന്നത്. ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഫിലോസഫി നോക്കിയാൽ, ഈ ഫിലോസഫിയുടെ ഐഡിയ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂസ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ കുറെ പൊളിറ്റിക്കൽ വാല്യൂസ് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സോഷ്യൽ ആൻഡ് എക്കണോമിക് വാല്യൂസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് വാല്യൂസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ നോക്കിയാൽ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, ഗ്രാൻവിൽ ഓസ്റ്റിൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് DPSP ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആസ് ദി കോൺഷ്യൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആക്ച്വൽ മനസാക്ഷി അല്ലെ കോൺഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്, ഈ DPSP ഫണ്ടമെന്റൽ റൈറ്റ്സും കൂടെ ചേരുന്നതെന്നാണ് ഗ്രാൻവിൽ ഓസ്റ്റിൻ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഒരു ബേസ് ഐഡിയ ആയിട്ട് ഓർത്തിരിക്കുക. ഇവിടെ വേറെ ഒന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ദ തിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ ഈസ് ദീസ് തിങ്സ്. അതായത് ഇത് എന്താണ്, വാട്ട് ആർ ദീസ് ഫീച്ചേഴ്സ് ഓർ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് DPSP? ഒന്ന്, ദീസ് ആർ ഐഡിയൽസ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷുഡ് കീപ് ഇൻ മൈൻഡ്. അതായത് ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ലോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുന്ന സമയത്ത് അവിടെ കീപ്പ് ചെയ്യേണ്ട ചില ഐഡിയൽസ് ആണ് എന്ന് പറയുന്നത് നമുക്ക് DPSPയിൽ കാണാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് DPSP ഗീവ്സ് ദ ഐഡിയാസ് ഓർ ദ ബേസിക് ഐഡിയാസ്, ബേസിക് വാല്യൂസ് ഓഫ് ദ ആക്ഷൻസ്. അതായത് ഒരു പോളിസിയോ ലോയോ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് കീപ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 36 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 36 നോക്കുവാണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ഇക്വലന്റ് ടു ആർട്ടിക്കിൾ 12. ആർട്ടിക്കിൾ 12 നമ്മൾ പഠിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ഐഡിയ ആണ് നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നത്, ഇവിടെ നമുക്ക് സ്റ്റേറ്റിൽ കാണാൻ പറ്റുന്നത്. അത് നമ്മൾ ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് പഠിച്ചായിരുന്നു. സ്റ്റേറ്റിനകത്ത് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ബോഡീസ് ഉണ്ട്, ഇന്ന ബോഡീസ് ഉണ്ട്, LIC ഉണ്ട്, ONGC ഉണ്ട്, ഇങ്ങനെ നമ്മൾ പറഞ്ഞായിരുന്നു. അതേ ഐഡിയ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ദ സെയിം ഐഡിയ, ദാറ്റ് ഈസ് 36ഉം 12ഉം ഒന്ന് തന്നെയാണ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ളത്. സിമിലർലി ഇവിടെ നോക്കിയേ, ദ ഐഡിയ, ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് 1935 ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, വിച്ച് വാസ് ടേക്കൺ ഫ്രം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യം ഒരു ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമുക്ക് 1935 കാണാൻ പറ്റും. ഇതിന്റെ രണ്ടിന്റെയും ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ കാണുന്ന DPSP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്, എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അതായത് ഇവിടെ നോക്കിക്കേ, ഇവിടെ പറയുന്ന ഐഡിയ എന്ന് പറയുന്നത് DPSPയിൽ കാണുന്ന, UPSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യപ്പെടേണ്ട ഐഡിയ അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഐഡിയ, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് വന്നപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. ഈ 3 ഐഡിയാസും, അതായത് പ്രിയാമ്പിളിൽ പറയുന്ന സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന കംപ്ലീറ്റ് ആംഗിളിനെയും നമുക്കിവിടെ കാണാൻ പറ്റും. സിമിലർലി ഇവിടെ ഓർത്തിരിക്കുക, വേറൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വെയർ ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചർ ബട്ട് ദി DPSP ആർ നോട്ട് ജസ്റ്റിഷ്യബിൾ. DPSP എന്തല്ല, ജസ്റ്റിഷ്യബിൾ അല്ല. ജസ്റ്റിഷ്യബിൾ അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഡയറക്ട്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോർട്ടിൽ പോകാനുള്ള പോസിബിലിറ്റി ഇല്ല. ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ ജുഡീഷ്യൽ ഇന്റർവെൻഷൻ. അതായത് DPSP കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
കോടതിയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് അടുത്ത മനസ്സിലാക്കേണ്ട ഐഡിയ, ഇത് നമ്മുടെ ബേസിക് ഫീച്ചേഴ്സാണ് പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട അടുത്ത ഐഡിയ എന്ന് പറയുന്നത് ദർ ആർ 3 types ഓഫ് DPSP, അല്ലെങ്കിൽ DPSP 36 to 51 വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 type ഓഫ് DPSPs ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ അല്ലെങ്കിൽ നെഹ്റുവിയൻ, അല്ലെങ്കിൽ മൂന്നാമത്തത് നെഹ്റുവിയൻ അല്ലെങ്കിൽ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പൽ. നെഹ്റുവിന്റെ അംബേദ്കറിന്റെ ഒക്കെ ഐഡിയ ആണ് നമുക്ക് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസിൽ കാണാൻ പറ്റുന്നത്. സോഷ്യലിസ്റ്റിക്കിലും നെഹ്റുവിയൻ ഐഡിയാസ് ആണ്. ഒന്ന് നോക്കിയാൽ ആർട്ടിക്കിൾ 38, 1-2 എക്സാമ്പിൾസ് ആണ്, നിങ്ങളിത് കാണാൻ പഠിക്കണ്ട, ഞാൻ പറയുന്ന പോയിന്റ്സ് മാത്രം കാണാൻ പഠിച്ചാൽ മതി. 38 വെൽഫെയർ, ജസ്റ്റിസ്, മിനിമൈസ് ഇനീക്വാലിറ്റി, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, സോഷ്യലിസ്റ്റിക് ആണ്. 39 ലൈവ്ലിഹുഡ്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അതുപോലെ തന്നെ ഈക്വൽ പേ ഒക്കെ ഇവിടെ പറയുന്നത്. ആർട്ടിക്കിൾ 39A ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. ആർട്ടിക്കിൾ 39A ഫ്രീ ലീഗൽ എയ്ഡ്, അതായത് ലീഗൽ എയ്ഡ് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ള കൺസെപ്റ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, ഫ്രീ ലീഗൽ എയ്ഡ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 42 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ കണ്ടീഷൻസ് ഇൻ വർക്ക് ആൻഡ് മെറ്റേണിറ്റി ബെനിഫിറ്റ്. ഈ 42 ഓർത്ത് വെച്ചേക്കുക. ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് അല്ലെ സോഷ്യൽ ജസ്റ്റിസിന്റെ ആംഗിൾസ് വരുമ്പോൾ നമ്മൾ അത് പഠിക്കാനുണ്ട്. അവിടെ പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 42 പറയുന്നത് ഹ്യൂമൻ കണ്ടീഷൻസ് ഇൻ വർക്ക് ആൻഡ് മെറ്റേണിറ്റി ബെനിഫിറ്റ്. ഹ്യൂമൻ കണ്ടീഷൻസ് അറ്റ് വർക്ക്, അതായത് വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ വർക്കേഴ്സിനും ഈക്വൽ ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഉണ്ടാവണം. എന്ത് ചെയ്യാൻ പാടില്ല? ഓവറായിട്ട് അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ്സും കൊടുത്തിട്ടുണ്ടാവണം. മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ആക്ട്, അതായത് പ്രഗ്നൻസിയുടെ ടൈം കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ടൈമിൽ 6 months പെയ്ഡ് ലീവ് കൊടുക്കുന്ന എന്തിന്റെ ആക്ടിന്റെ അടിയിലാണ്? ഈ 42ന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സിമിലർലി 43A ഇമ്പോർട്ടൻ്റ് അല്ല, പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ഇൻഡസ്ട്രീസ്, അല്ലെ കമ്പനീസിൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സിനും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം. ഇനി ഇത് നമ്മൾ പറഞ്ഞത് സോഷ്യലിസ്റ്റിക് ആണ്. അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഗാന്ധിയൻ ഫിലോസഫി ആണ്, അല്ലെ ഗാന്ധിയൻ ഐഡിയ ആണ്. ഗാന്ധി പറഞ്ഞിരുന്ന ഐഡിയാസ് എന്തൊക്കെയാണ്? വില്ലേജ് ഓട്ടോണമി, അല്ലെ വില്ലേജിന് കൂടുതൽ പവേഴ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കോട്ടേജ് ഇൻഡസ്ട്രീസ് ഉണ്ടായിരിക്കണം, ഹിന്ദുസ്റ്റിക് ആയിട്ടുള്ള ഐഡിയാസ് അവിടെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ആർട്ടിക്കിൾ 40 വില്ലേജ് പഞ്ചായത്ത് കൊണ്ടുവരണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ എവിടെ ഇംപ്ലിമെന്റ് ചെയ്തു? ദാറ്റ് ഈസ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വന്നപ്പോൾ വി ഇംപ്ലിമെന്റഡ് ദ സെയിം. അതായത് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വന്നപ്പോൾ നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 40 വില്ലേജ് പഞ്ചായത്ത്. ഇനി അടുത്ത നോക്കിയാൽ ആർട്ടിക്കിൾ 43 കോട്ടേജ് ഇൻഡസ്ട്രീസ്. നമുക്ക് അത്യാവശ്യമൊന്നുമില്ല, നമ്മുടെ MSMEസിന്റെ ഒക്കെ പ്രൊമോഷൻ ഗവൺമെന്റ് ചെയ്യുമ്പോൾ അവിടെ സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന 43 ആണ്, കോട്ടേജ് ഇൻഡസ്ട്രീസ്. സിമിലർലി 43B that is cooperative societies ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. യു ക്യാൻ ഓൾസോ കണക്ട് ഇറ്റ് വിത്ത് 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. പിന്നെ നമ്മൾ പഠിക്കും 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ 46 SC ST ആൻഡ് വീക്കർ സെക്ഷൻ ഡെവലപ്മെന്റ്. അത് നമുക്ക് ആർട്ടിക്കിൾ 16 റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ആർട്ടിക്കിൾ 16 നമ്മൾ എന്ത് പറയുന്നുണ്ട്? അഫർമേറ്റീവ് ആക്ഷൻ, ദാറ്റ് ഈസ് ദി ഐഡിയാസ് ദാറ്റ് ഷുഡ് ബി given to, or the affirmative reservation given to, or positive discrimination given to SCs, STs and weaker sections. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. രണ്ടും ചേർത്ത് വായിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗാന്ധിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേഷൻ. അതായത് എന്ത് ചെയ്യണം? ലിക്കർ അതുപോലത്തുള്ള ഇൻടോക്സിക്കേഷൻ ഉള്ള സബ്സ്റ്റൻസ് എല്ലാം നിർത്തണം എന്നുള്ളതായിരുന്നു. ഗാന്ധി മദ്യം നിരോധനം എന്നായിരുന്നു ഗാന്ധി പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്കത് ഇത്ര ഫീസിബിൾ അല്ല, കാരണം ടൂറിസം പോലത്തുള്ള സെക്ടേഴ്സ് എല്ലാം അതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഹിബിറ്റ്സ് സ്ലോട്ടർ ഓഫ് കൗ, ഈ ഗൗഹത്യ അല്ലെങ്കിൽ കാറ്റിലിനെ കൊല്ലാതിരിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലാം ഗാന്ധിയൻ ഫിലോസഫീസ് ആണ്. ഇപ്പോൾ പല സമയത്തും ആർഗ്യുമെന്റ്സും ഡിസ്കഷൻസും നടക്കുന്നതും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇതുപോലത്തുള്ള ഗാന്ധിയൻ ഫിലോസഫീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ലിബറൽ ഇന്റലക്ച്വൽ ആണ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലിബറൽ ഇന്റലക്ച്വൽ ആണ്. ഈ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നെഹ്റുവിയൻ ആൻഡ് അംബേദ്കറിന്റെ ഐഡിയാസ് ആണ് എന്നാണ് നമ്മൾ ജനറലി പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 44 UCC യൂണിഫോം സിവിൽ കോഡ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു. യു ഷുഡ് ഓൾസോ റീഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ UCC എന്ന് പറയുന്ന, നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഇത് കേൾക്കും, UCC എന്ന് പറയുന്ന ഐഡിയ. അപ്പോൾ UCC എന്ന് പറയുന്ന ഐഡിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നോക്കിയാൽ യൂണിഫോം സിവിൽ കോഡ്, അതായത് ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രം സെപ്പറേറ്റ് സെറ്റ് ഓഫ് ലോസ് ഇല്ല. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ലോസ് പറയുന്നതാണ് UCC അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അവിടെ നോക്കിയേ, ടു പ്രൊവൈഡ്
ഇത് UCC ഉണ്ട്, എല്ലാവർക്കും കൊണ്ടുവരും. ഇപ്പം നമുക്ക് ഇപ്പം വഖഫ് പോലത്തുള്ള ഇഷ്യൂസിലെല്ലാം നമുക്കിത് കാണാൻ പറ്റും, ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ജനറലി ദേ ആർ സജസ്റ്റിംഗ് ദാറ്റ്, അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളിന്റെ അടിയിൽ പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിസൺസിനും കോമൺ സിവിൽ ലോസ് ഉണ്ടായിരിക്കണം. അതായത് മാരേജ്, ഇൻഹെറിറ്റൻസ് പോലത്തുള്ള കൺസെപ്റ്റ് എടുക്കുമ്പോൾ കോമൺ സിവിൽ ലോസ് ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത നോക്കിയാൽ ടു പ്രൊവൈഡ് early childhood care and education for all children until they complete the age of 6 years. 6 വയസ്സ് വരെ. ഇപ്പോൾ ആർട്ടിക്കിൾ 21A നോക്കിയാൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെ എഡ്യൂക്കേഷനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ പറഞ്ഞു നോക്കിയാൽ 6 വരെയുള്ള ഏജിലുള്ള എല്ലാ ചൈൽഡിനും എന്തുകൊണ്ടായിരിക്കണം, ഒരു ചൈൽഡ്ഹുഡ് കെയർ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ചൈൽഡ്ഹുഡ് സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് നാളെ ഗവൺമെന്റിന് ചെയ്യാൻ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നാളെ ഗവൺമെന്റ് ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ഇതും കൂടെ കിട്ടും എന്നുള്ളതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അത് നോക്കിയാൽ അടുത്തത് ആർട്ടിക്കിൾ 48 അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഓൺ ദി മോഡേൺ ആൻഡ് സയന്റിഫിക് ലൈൻസ്. ഇത് നേരത്തെ നമ്മൾ ആർട്ടിക്കിൾ 48 പറഞ്ഞപ്പോൾ പ്രൊഹിബിറ്റ് സ്ലോട്ടർ ഓഫ് കൗ പറഞ്ഞായിരുന്നു. അതുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉള്ളതാണ്. മോഡേൺ ആൻഡ് സയന്റിഫിക് ലൈൻസിൽ കാറ്റിൽ ഫീഡിങ് അല്ലെങ്കിൽ കാറ്റിൽ പ്രൊട്ടക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അഗ്രികൾച്ചർ നടക്കുമ്പോൾ അവിടെ കൺട്രോൾഡ് കള്ളിങ് അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ, അതായത് പ്രൊഡക്റ്റീവ് അല്ലാത്ത അസറ്റ്സിനെ മാറ്റി നിർത്തുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. അതും ഇതിൻ്റെ കൂട്ടത്തിൽ വായിക്കാം. അത് കോൺഫ്ലിക്റ്ററിയും കൂടെ ആണ്. പല സ്ഥലങ്ങളിലും കോൺഫ്ലിക്റ്റുകളും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. That is to protect and improve the environment to safeguard forest and wildlife. അതായത് ആർട്ടിക്കിൾ 48A നമ്മുടെ എല്ലാ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടും, ഫോർ എക്സാമ്പിൾ ഈ റീസെന്റ് നടന്ന വേഡൻ എന്ന് പറയുന്ന സെലിബ്രിറ്റിയുടെ ഇഷ്യൂ പോലും എന്ത് വെച്ച് ചെയ്തിട്ടാണ്, ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആണ്. അതായത് ഇവിടെ വരുന്നത് എന്താണ്, എൻവയോൺമെന്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ദി വൈൽഡ് ലൈഫ്, വൈൽഡ് ലൈഫിനെ എന്ത് ചെയ്യുക, സേഫ് ഗാർഡ് ചെയ്യണം എന്നുള്ള ഐഡിയ ആണ് DPSPയിൽ പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ WPA ആക്ട് 1972 അതുപോലെ തന്നെ EPA ആക്ട് 1986 ഇങ്ങനെയുള്ള ആക്ടുകളെല്ലാം നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 50 സെപ്പറേറ്റ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ഇത് ഏറെക്കുറെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേഷൻ ഓഫ് പവറിനെ പറ്റിയാണ് നമുക്ക് ആർട്ടിക്കിൾ 50 കാണാൻ പറ്റുന്നത്. സെപ്പറേഷൻ ഓഫ് പവർ ആർട്ടിക്കിൾ 50. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51 ദാറ്റ് ഈസ് ഇന്റർനാഷണൽ പീസ്. നമ്മുടെ മാത്രമല്ല നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓവറോൾ പീസ് ഫോർ എവരി വൺ, എല്ലാവരുടെയും പീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്നുള്ള ഐഡിയ ആണ് ഇവിടെ നമുക്ക് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഐഡിയ ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് ഈ 48A അതുപോലെ തന്നെ 50, 51 പോലത്തുള്ള ആർട്ടിക്കിൾസ് നല്ലപോലെ ഓർത്തിരിക്കുക.